ഹലോ എവരിവൺ. അപ്പോൾ എന്താണ് നമ്മൾ ദേ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. നൈസായിട്ട് കന്യാകുമാരിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. വരുന്ന വഴിക്ക് എറണാകുളം കഴിഞ്ഞിട്ട് ബാക്കിയല്ല ഫുൾ ഹൈവേസ് ആൻഡ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം ഗോപ്രോയിൽ ഷൂട്ട് ചെയ്തൊന്നുമില്ല. എന്നിട്ട് നമ്മൾ നേരെ കന്യാകുമാരി ഒരു മോർണിംഗ് 5:30 കൂടി എത്തി. എന്നിട്ട് സൺറൈസ് കാണാൻ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ടൈം ലാപ്സ് ഒന്ന് കണ്ടു നോക്കും. അതെ, ഇതാണ് നമ്മുടെ കന്യാകുമാരിയിലെ നോർമൽ സ്ട്രീറ്റ്സ്. വലിയ വലിയ എന്താ പറയുക, ലോഡ്ജുകളും അത്യാവശ്യം നമ്മളെപ്പോലെ സാധാരണക്കാർ ഉള്ള ഹോട്ടലുകളും ലോഡ്ജുകളൊക്കെ പോലെ ഒരുപാട് കെട്ടിടങ്ങളും ഒക്കെയുള്ള അവരുടെ കന്യാകുമാരി തെരുവ്. രാത്രി മുതൽ നിർത്താതെ വണ്ടി ഓടിച്ച് കുറച്ച് ക്ഷീണത്തിലായതുകൊണ്ട് രാത്രി 8:00 ഇറങ്ങിയിട്ട് ഞാനിവിടെ ഒരു 5 മണിക്ക് എത്തി. എന്നിട്ട് സൺറൈസ് കണ്ടിട്ട് നേരെ കിടന്നുറങ്ങുക ചെയ്തത്. ഒരു 10:30 ഏകദേശം സമയം 12 മണിയായി. ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. വിവേകാനന്ദ റോക്കിലേക്ക് ബോട്ട് വഴി പോകാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നടക്കുകയാണ്. ഈ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ ബോർഡ്സൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. ആൻഡ് ഓവറോൾ സിറ്റി അവർ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സാധാരണ തമിഴ്നാടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സിറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യാതെ വൃത്തികേടായിരിക്കുന്ന ഒരു ഫീൽ തോന്നുന്നില്ല. പിന്നെ ഇതാണ് കന്യാകുമാരി സെൻറ്റർ. ഇവിടെ നിന്നാണ് നമുക്ക് പലയിടങ്ങളിൽ പലയിടങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഉള്ള ബോർഡാണിത്. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പോയാലാണ് ഈ വിവേകാനന്ദ റോക്കിലേക്കുള്ള ബോട്ട് മാർഗത്തിലൂടെ പോകാനുള്ള വഴി. നേരെ പോയി കഴിഞ്ഞാൽ കാണുന്നത് ഗാന്ധി മന്ദിരും കടൽ അങ്ങനത്തെ സ്പോട്ടുകളാണ്. ബാക്കി പോയിട്ട് കാണിച്ചത് അല്ല. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഡ്യൂട്ടി, ഇഗ്നിറ്റി, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സ്റ്റാച്യു. അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞെന്താ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കടലിങ്ങനെ കറക്റ്റായിട്ട് കാണാം. ഇവിടെ കുറേ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോൾ വന്നതാണ് ബോട്ട് ജെട്ടിയിലേക്ക്. നോക്കിയാൽ കാണാം പൂമുത്തൂർ ഷിപ്പിംഗ് കോർപ്പറേഷൻ. ഇവിടെയാണ് മീനൊക്കെ വരുന്നതും അവരുടെ എന്താ പറയുക കച്ചവടം കാര്യങ്ങളൊക്കെ. മീനെ പിടിച്ച് അപ്പം തന്നെയുള്ള കച്ചവടത്തിനൊക്കെ അവിടെയാണ്. ഇവിടുന്ന് റൈറ്റ് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റിലൂടെയുള്ള വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പില്ല, എന്നാലും നമുക്ക് നോക്കാം. 12 മണിയാകുമ്പോഴത്തേനും അമ്പലം അടച്ചു. അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ വഴിയിലൂടെ തന്നെയാണ് ബോട്ട് ജെട്ടിയിലേക്കുള്ള വഴി. ഞാൻ അതല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. അമ്പലത്തിൻ്റെ സൈഡിലൂടെയുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തോന്നുന്നു ഒരു ബോട്ട് വരുന്നുണ്ട്. ഞാൻ എന്തായാലും മെല്ലെ പോയി നോക്കട്ടെ.
അപ്പോൾ ഇവിടുന്ന് വിവേകാനന്ദപ്പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് പോകുന്നതിനും വരുന്നതിനും കൂടിയിട്ട് 50 രൂപയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഈടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരത്തെ ക്യൂ ഒക്കെ നിന്ന് നേരെ നമ്മൾ വിവേകാനന്ദപ്പാറയിലേക്ക് ബോട്ട് വഴി പോവാണ്, ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. ഇവിടെ വിവേകാനന്ദപ്പാറയുടെ എൻട്രി ഫീസായിട്ട് ഇവരൊരു 20 രൂപ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കയറാൻ സാധിക്കുന്നത് ദേവിയുടെ ഒരു 1000 കാൽ മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു മണ്ഡപം, അതുപോലെ അത് വിവേകാനന്ദപ്പാറ. വിവേകാനന്ദപ്പാറ എന്ന് ഇറങ്ങിയിട്ടൊരു ചെറിയ ബോട്ട് യാത്രയോടെ വേണം നമ്മുടെ ഈ തിരുവള്ളുവർ എന്ന ഈ പ്രതിമയുടെ അടുത്തേക്ക്. അപ്പോൾ അവിടേക്ക് ചെറിയൊരു ബോട്ട് യാത്ര വഴി എത്തിയിട്ട് ബാക്കി നോക്കാം. തിരുവള്ളുവറിൻ്റെ ഈ വലിയ സ്റ്റാച്ചുവിൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് വിവേകാനന്ദപ്പാറ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാം. 2000 ജാനുവരിയോട് കൂടിയിട്ടാണ് ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 134ഓളം ഫീറ്റ് ഹൈറ്റ് വരുന്ന തിരുവള്ളുവറിൻ്റെ സ്റ്റാച്ചുവാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ 2 സ്ഥലം കണ്ടു കഴിഞ്ഞുകൊണ്ട് ഇവരോട് രണ്ടുപേരോട് നൈസായിട്ട് ബൈ ബൈ പറയാം. അപ്പോൾ നമുക്ക് സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നേരെ വരാം. ഓക്കെ, അതുവരേക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്ത്, ബീച്ചിൽ എനിക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിലാണ് സൺ വരുന്നത്. നന്നായി തന്നെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. നമ്മുടെ കന്യാകുമാരി ബീച്ച് ദേ സൺ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് താഴത്തേക്ക് വരാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. ഇതാണ് ബീച്ച് സൈഡ്. ആൾക്കാർ ഇവിടെ വന്ന് അത്യാവശ്യം കുളിക്കുന്നൊക്കെ ഉണ്ട്. ദേ നൈസ് ഒരു ഓൾഡി കപ്പിൾ ഒരു ഫോട്ടോ ചെയ്യണ പോലെ സെറ്റായി നിൽക്കുന്നുണ്ട്. ശുചീന്ദ്രം വരെ ഒന്ന് പോയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അതുവരയ്ക്കും ഇന്നിപ്പോൾ വണ്ടി തീരെ ഓടിച്ചിട്ടില്ല. അപ്പോൾ വണ്ടിയും ബോറടിച്ചിരിക്കുകയായിരിക്കില്ല. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട് ശുചീന്ദ്രത്തിലേക്ക്. അപ്പോൾ അതുവരെ പോയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ശുചീന്ദ്ര അമ്പലത്തിലേക്ക് ഞാനിവിടെ എത്തിപ്പെട്ടപ്പോൾ തന്നെ ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ഇന്നത്തെ നാളിൻ്റെ പ്രത്യേകത എന്നാണ് ഞാൻ അവിടുത്തെ ചോദിച്ച ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതാണ് ശുചീന്ദ്രം ടെമ്പിൾ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നല്ല കിട്ടിക്കാച്ചി അമ്പലമാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഉള്ളിലേക്ക് ക്യാമറ കടത്താൻ ചാൻസ് ഇല്ല. ഞാൻ നോക്കിയിട്ട് പറ്റുന്ന പോലെ ചെയ്യാം. അപ്പോൾ ശുചീന്ദ്ര അമ്പലത്തിൽ നമ്മൾ തൊഴുതു. പക്ഷേ ഉള്ളിലേക്ക് ക്യാമറ കയറ്റാത്തതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വളരെ നല്ലൊരു അമ്പലമാണ്. കന്യാകുമാരി വരുമ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് കയറാൻ ശ്രമിക്കുക. ഈ അമ്പലത്തിൽ വരുന്നത് എല്ലാവരും അമ്പലത്തിൽ തൊഴുക, അല്ലെങ്കിൽ ആ ഒരു അമ്പലം വിശ്വാസികളല്ലാത്തവരോ എല്ലാവരും ഒന്ന് ചുമ്മാ പോയി നോക്കുക. ബിക്കോസ് അമ്പലത്തിൻ്റെ ആ സ്കൾപ്ചറും ഉണ്ടാക്കിയ രീതിയും ആ ഭംഗിയും അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് കന്യാകുമാരിയിലെ റൂമിലോട്ട് പോയി പെട്ടെന്ന് കിടന്നുറങ്ങി നാളെ നേരത്തെ എഴുന്നേറ്റ് ബാക്ക് ടു ഗുരുവായൂർ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഫോക്സ്. അപ്പോൾ നമ്മളിവിടുന്ന് കന്യാകുമാരി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി മൊത്തം ഹൈവേസ് ആയിരിക്കും. വേറെ പ്രത്യേകിച്ച് എനിക്കൊരു പ്ലാൻസും ഇല്ല. ഡയറക്റ്റ് ഹിറ്റിംഗ് ടു ഗുരുവായൂർ. ഓക്കെ, അപ്പോൾ ഓൺ ദ വേ എന്തെങ്കിലും നല്ല ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായാൽ റെക്കോർഡ്. ഓക്കെ, It was at this moment that Nathan knew. He up. അങ്ങനെയൊക്കെ ഓരോ നേരത്തെ റൈഡിന് ശേഷം നമ്മളിതേ ട്രിവാൻഡ്രം എത്തി. കേരള കന്യാകുമാരി ബോർഡർ. അവിടെ നിന്ന് നമ്മൾ നേരെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഗുരുവായൂർ. ഓക്കെ,
sure you start to fold like a diamond from gold. Maybe you are something I cannot define. Maybe you are the fallen kind. I lay in bed with violence, the silent side of me. We see where fire starts to breathe. When I would lay in silence, the voice inside of me. അപ്പോൾ എറണാകുളത്തിന് ശേഷം എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി കഴിഞ്ഞു. അവിടുന്ന് നേരെ നോർമൽ ഹൈവേസ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല തൃശ്ശൂർ. അവിടെ നേരെ ഞാൻ ഗുരുവായൂരെത്തി. അപ്പോൾ ഈ റൈഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് ബൈക്കിൽ പോയി കന്യാകുമാരി എന്ന സ്ഥലം കാണാമെന്നുള്ള പ്ലാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ മാത്രമൊന്നുമില്ല. സ്ഥലം കാണാനാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ട്രാവലറോ വിളിച്ച് ഫാമിലി ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതല്ല ഈ ഡിസ്ട്രിക്ട്സിലൂടെയൊക്കെ പോകണം, റൈഡ് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ബൈക്കിലേക്ക് കന്യാകുമാരി ഒരു നല്ല യാത്രയായിരിക്കും. ആൻഡ് കന്യാകുമാരിയിൽ അധികം കാണാൻ അധികം സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റൈഡുകളൊക്കെ ഞാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസ് കാണുന്നതിനും എല്ലാത്തിനും വേണ്ടി ഈ ചാനൽ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ നിർത്തിക്കോ. പിന്നെ വീഡിയോ ഇഷ്ടമായതും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും ഇതിലെന്തൊക്കെ ഡിഫറൻസ് വരുത്തുന്ന കാര്യങ്ങളും ഇതൊക്കെ ഒരു കമൻ്റായിട്ട് നൈസായിട്ട് ഇട്ടോ. അപ്പോൾ ശരി, ടേക്ക് കെയർ ഫോക്സ്, ബൈ ബൈ.